നമസ്കാരം. ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നാളെ കഴിഞ്ഞ് അടുത്ത ദിവസം, അതായത് തിങ്കളാഴ്ച സൂര്യദേവമഠ കുബേര ആശ്രമത്തിൽ വലിയൊരു വിശേഷം നടക്കുകയാണ്. കാരണം വിഷ്ണുമായയുടെ പ്രതിഷ്ഠ, അതായത് നമ്മുടെ മൂലസ്ഥാനം എന്ന് പറയുമ്പോൾ എൻ്റെ പുറകിലാണ്, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രതിഷ്ഠ നമ്മുടെ കളരിയിലേക്ക് മാറ്റുകയാണ്. അവിടെ വയ്ക്കുന്ന വിഗ്രഹമാണ് എൻ്റെ വലത് സൈഡിൽ ഇരിക്കുന്നത്. പ്രതിഷ്ഠ കഴിഞ്ഞാൽ ഈ വിഗ്രഹം കാണിക്കാൻ പാടില്ല, അതിനു മുമ്പാണ്. ഇപ്പോൾ ഇന്നലെ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വിഗ്രഹം കിട്ടിയിട്ടുള്ളത്. ആ വിഗ്രഹവും ഇരിപ്പുണ്ട്. അപ്പോൾ ഈ സൂര്യദേവമഠം കുബേര ആശ്രമം എന്ന് പറയുന്നത് യോഗ ആൻഡ് മെഡിറ്റേഷൻ റിസർച്ച് സെൻ്ററാണ്. അതിൻ്റെ കൂടെ തന്നെ ഇവിടെ തെക്കേ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ കുബേര വിഗ്രഹം പ്രതിഷ്ഠിച്ചിട്ടുള്ള സ്ഥലമാണ് ഭദ്രകാളി, മഹാകാളിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലമാണ്. അതിൻ്റെ കൂടെ മലദൈവങ്ങളുമുണ്ട്, ഗണപതി ഭഗവാനുണ്ട്, നാഗരുണ്ട്, എല്ലാവരും ഉണ്ട്. അതിൻ്റെ കൂടെ വിഷ്ണുമായ എൻ്റെ ഉപാസനാമൂർത്തിയായിട്ട് ഞാൻ എൻ്റെ പൂജാമുറിയിൽ മാത്രം വെച്ച് ആരാധിച്ചുകൊണ്ടിരുന്ന വിഷ്ണുമായെ കളരിയിലേക്ക് മാറ്റണം. അതൊരു ദേവപ്രശ്നത്തിൻ്റെ ഇതിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, കളരിയിലേക്ക് മാറ്റണമെന്ന്. അപ്പോൾ അതിനുള്ള ശുഭമുഹൂർത്തമാണ് ഈ പറയുന്ന തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആ ഉച്ച സമയത്ത് അഭിജിത്ത് മുഹൂർത്തത്തിൽ ഇതിനെ നമ്മൾ ക്ഷേത്രത്തിലോട്ട് മാറ്റുകയാണ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടാവണം, കഴിയുമെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഉണ്ടാവണം. ഒത്തിരി ആൾക്കാർ പ്രതിഷ്ഠയുടെ നിന്ന് അറിയിക്കണം, വരണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോഴേ ഞാൻ അഡ്വാൻസ് ആയിട്ട് ഞാനിത് പറയുന്നത്. കാരണം അഭിജിത്ത് മുഹൂർത്തം അന്നത്തെ ഏറ്റവും നല്ല അഭിജിത്ത് മുഹൂർത്തം അന്നാണ് പ്രതിഷ്ഠിക്കുന്നത്. അന്ന് വിശിഷ്ടാതിഥികൾ 3-4 പേര് വരുന്നുണ്ട്. ഒന്ന് ഹിന്ദു കേസരി ശ്രീനിവാസൻ തമ്പുരാൻ, അദ്ദേഹം ഡൽഹി ബേസ്ഡാണ്, അദ്ദേഹം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഗോപാൽജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരാളാണ്. അതായത് ഹിന്ദു ധർമ്മ പരിഷത്തിൻ്റെ സംസ്ഥാന അധ്യക്ഷനാണ് ഗോപാൽജി, അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അശ്വതി തിരുനാൾ, അതായത് ഏകലവ്യ ആശ്രമ മഠാധിപതി അശ്വതി തിരുനാൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത്രയും ആൾക്കാർ, വീണ്ടും ഒത്തിരി ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ സന്യാസിമാരൊക്കെ ഈ ഒരു വിശിഷ്ടമായിട്ടുള്ള ചടങ്ങിൽ എത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എത്താൻ കഴിയുമ്പോൾ എത്തുക. അതിനകത്ത് ചടങ്ങുകളെന്ന് പറയുമ്പോൾ ഞായറാഴ്ച വൈകുന്നേരം പ്രാസാദ ശുദ്ധി മുതൽ ഹോമങ്ങളൊക്കെ ആരംഭിക്കുന്നുണ്ട്. തിങ്കളാഴ്ച രാവിലെ മുതൽ നടക്കുന്ന ഹോമങ്ങളിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് 12:15 ആ ഒരു അഭിജിത്ത് മുഹൂർത്തത്തിലാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്. ആ സമയത്ത് ഈ വിശിഷ്ടാതിഥികളെല്ലാവരും പങ്കെടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാവണം. കാരണം അതിവിശേഷാൽ അത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് അന്നത്തെ ദിവസം. തികച്ചും കൗളാചാര പ്രകാരമാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്. കാരണം സാധാരണ രീതിയിലുള്ള പ്രതിഷ്ഠയല്ല, കൗളാചാര പ്രകാരമാണ് ഇത് പ്രതിഷ്ഠിക്കുന്നത്. അത് ഒത്തിരി വേറെ രീതിയിലൊക്കെയാണ് അതിൻ്റെ പ്രതിഷ്ഠാ രീതികളും. അത് ഓങ്കാരം എന്നുള്ള ഒരു തന്ത്രിയാണ്. ഓങ്കാരം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം വൈപ്പിൻ ഒരു മുത്തപ്പൻ വിഷ്ണുമായ മഹാകാളി ക്ഷേത്രത്തിൻ്റെ മഠാധിപതിയും തന്ത്രിയും കൂടെയാണ്. അദ്ദേഹമാണ് അത് പ്രതിഷ്ഠിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണം. നമുക്ക് ക്ഷേത്രത്തിലോട്ട് കിടക്കാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവമഠ കുബേരാശ്രമ മഠാധിപതിയും തേജസ് ഫെങ് ഷുയി ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെയും പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സ് എനിക്ക് വാട്സപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തുതരാം. കൂടാതെ ഓൺലൈൻ കൺസൾട്ടിങ് ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സെയിം പ്രോസസ്സിങ് തന്നെ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ, അഡ്രസ്സൊക്കെ ഇതൊക്കെ വാട്സാപ്പ് ചെയ്തതിന് ശേഷം ഓൺലൈനിൽ കുറച്ച് ചെറിയൊരു ഫീസുണ്ട്, അതൊക്കെ അടച്ചിട്ട് അതിൻ്റെ ഇതും കൂടെ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ ഇത് പറഞ്ഞുതരാം. ഒത്തിരി ആൾക്കാർ അടച്ചിട്ടുണ്ട്, ഓരോരുത്തരായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് ടൈമുണ്ട്. അത് വിശദമായിട്ട് പണ്ടൊക്കെ ഞാൻ പറയുന്നു, തലനാഴിക കയറി പരിശോധിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് കറക്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, നിങ്ങളുടെ നാളെയും മറ്റന്നാളും ഇന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടിപ്സ് ഉണ്ട്, മറക്കണ്ട, അത് വഴിയേ തരാം. ഓക്കെ, നിങ്ങളുടെ നാളെയും മറ്റന്നാളും നമുക്ക് നോക്കാം. 2025 ഫെബ്രുവരി മാസം 8-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, മകരം 26-ാം തീയതി ശനിയാഴ്ചയാണ്. രണ്ടാമത്തെ ശനിയാഴ്ചയുടെ പ്രത്യേകത ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. സൂര്യോദയം രാവിലെ 6:45 സൂര്യോദയം, വൈകുന്നേരം 6:25 സൂര്യാസ്തമയമാണ്. രാഹുകാലം 9:39 11:06 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:12 12:34 മധ്യയാണ്. മുഹൂർത്തം 12:38 12:59 മധ്യയാണ്. ഗുളികൻ ഉദയം 6:45 8:12 മധ്യയാണ്.
അതേപോലെ തന്നെ യമകണ്ഠ സമയം 2 മണിക്കും 3:27 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. മകയിരം നക്ഷത്രമാണ് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ലാത്തൊരു ദിവസം കൂടിയാണ്. എന്നാലും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഒരു യാത്ര, ഇങ്ങനെയുള്ള വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കുഴപ്പമില്ല, നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുന്ന നന്നായിരിക്കും. വ്യാപാരം, അതേപോലെ സഹകരണം, ദീർഘനാൾ പാർട്ണർഷിപ്പ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ചില ദിവസങ്ങളിൽ തലമുടി വെട്ടുക, നഖം വെട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു നെഗറ്റീവായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കേണ്ട ഒരു ദിവസമാണ്. ശനിയാഴ്ച ദിവസം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് അന്നത്തേക്കും വൃത്തിദോഷത്തേക്കും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, അസുമുജ ദോഷം, കരുനാൾ ദോഷം, പെരുന്നക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവർ അകന്നാൾ ദോഷമുണ്ട്. അന്നത്തെ ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമാണുള്ളത്. അതൊന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തുകൊണ്ട്, കൂടാതെ സൂര്യദേവമഠം കുബേരാശ്രമത്തിൽ 2ാമത്തെ ശനിയാഴ്ച വിശേഷാൽ കുബേരപൂജ നടക്കുന്ന ദിവസമാണ്. രാവിലെ 6 മണി മുതൽ ഗണപതി ഹോമം, അത് കഴിഞ്ഞാൽ കുബേരഹോമം, ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് 10:30-ക്ക് ശേഷം കുബേരപൂജ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. കുബേരപൂജ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന കുബേരപൂജയാണ്. കുബേരപൂജയ്ക്ക് നിങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ, ഈ വരുന്ന നാളത്തെ ദിവസം നിങ്ങൾക്ക് കുബേരപൂജയിൽ പങ്കെടുക്കാൻ കഴിയുമെങ്കിൽ, ആദ്യമായിട്ടാണ് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ കൊണ്ടുവരേണ്ട സാധനം 1 കിലോ നെയ്യാണ് കൊണ്ടുവരേണ്ടത്. അല്ല, സ്ഥിരമായിട്ട് വരുന്നവരാണെങ്കിൽ അവർക്കറിയാം എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാം. ഒരു തേങ്ങ വീടിന് 3 പ്രാവശ്യം ഒഴിഞ്ഞ് കൊണ്ടുവരണം. ഒരു തേങ്ങ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞ് കൊണ്ടുവരിക. 108 നാണയം കൊണ്ടുവരണം. ഈ നാണയം 108 എണ്ണം വേണം. നാണയം ഏതൊക്കെ ആയാലും പ്രശ്നമില്ല, ഏത് ടൈപ്പ് നാണയം ആയിരുന്നാലും പ്രശ്നമില്ല. 108 എണ്ണം വേണം. ആ നാണയം ഇട്ടാണ് നമ്മൾ കുബേരഭഗവാനെ പൂജിക്കുന്നത്. അതുകൊണ്ട് 108 എണ്ണം വേണം. അത് പൂജ കഴിഞ്ഞതൊക്കെ കൊണ്ടുപോകാം. അത് നിങ്ങൾക്കൊരു നിധി പോലെ നിങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാവുന്നതാണ് ആ നാണയങ്ങൾ. അതേപോലെ തന്നെ പുതിയതായിട്ട് വരുന്നവർ 1 കിലോ നെയ്യും കൊണ്ടുവരിക. നെയ്യും സമർപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ പൂജ ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പൂജയാണ്. അതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. സ്ഥിരം വരുന്നവർക്കൊക്കെ അതിൻ്റെ ഗുണഗണങ്ങൾ അറിയാം. കാരണം ആദ്യം ഒരു പ്രാണായാമം, അത് കഴിഞ്ഞ് പൂജ, അത് കഴിഞ്ഞ് തീറ്റ ലെവൽ ബ്രീത്തിങ്. കാരണം ഒരു മെഡിറ്റേഷൻ്റെ ഭാഗം കൂടെ ഇതിൻ്റെ കൂടെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പൂജയുടെ റേറ്റ് ഇവിടെ വരുമ്പോൾ നമുക്കതറിയാൻ പറ്റും. വളരെ ചെറിയ റേറ്റ്, 250 രൂപയുള്ള പൂജയുടെ റേറ്റ്. അത് നിങ്ങൾ ഡയറക്റ്റ് വന്ന് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമുക്ക് പൂജ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ശനിയാഴ്ചത്തെ പൂജയിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, മറ്റൊരു കാര്യം കൂടെ പറയുകയാണ്. നമുക്ക് എന്തെങ്കിലും ശനിദോഷ പരിഹാരം ചെയ്യണമെങ്കിൽ, നമുക്ക് ശനിയുടെ ദോഷ സമയമാണ് എങ്കിൽ നിങ്ങൾക്ക് ശനിദോഷം മാറുവാൻ, അല്ലെങ്കിൽ ശനി ഭഗവാന്റെ അനുഗ്രഹം കിട്ടുവാൻ എളുപ്പമൊരു വഴി ഞാൻ എല്ലാ പ്രാവശ്യം പറയാറുണ്ട്. എന്നാലും ഒന്നും കൂടെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം, ഇന്ന് വെള്ളിയാഴ്ചയാണ്, ഇന്ന് വൈകുന്നേരം ഒരു പിടി എള്ളെടുത്തതിന് ശേഷം നിങ്ങളുടെ ഒരു കറുത്ത തുണിയിലോ വെള്ള തുണിയിലോ പൊതിഞ്ഞിട്ട് നിങ്ങൾ കിടക്കുമ്പോൾ തലയുടെ അടിയിലോ ബെഡിൻ്റെ അടിയിലോ വെച്ചിട്ട് കിടന്നുറങ്ങാം. നാളെ രാവിലെ സൂര്യ എല്ലാവരും ഉദിക്കുന്നതിന് മുമ്പ് എണീക്കാൻ പറയാറുണ്ട്. പറ്റുമെങ്കിൽ ഉദിക്കുന്നതിന് മുമ്പ് എണീച്ചതിന് ശേഷം കുറച്ച് അരിയെടുത്ത് ഒരു കലത്തിലിട്ട് വറ്റിച്ച് ചോറുണ്ടാക്കുക. ചോറ് വറ്റിച്ചെടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഈ ചോറ് വെള്ളം ഊറ്റിക്കളയാതെ അത് വറ്റിച്ചെടുക്കുക എന്ന് പറയും. അങ്ങനെ വറ്റിച്ചെടുത്തതിന് ശേഷം ഈ തലേ ദിവസം നമ്മൾ തലയിനടയിൽ വെച്ചിരിക്കുന്ന എള്ളിനെ എടുത്ത് നമ്മൾ തല മുതൽ പാദം വരെ 21 പ്രാവശ്യം ഒഴിഞ്ഞതിന് ശേഷം ഈ എള്ളും ആ ചോറിൻ്റെ കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ എന്ന് പറയുമ്പോൾ സാധാരണ വിളക്കെണ്ണ അല്ല, നല്ല നല്ലെണ്ണ നമുക്ക് കിട്ടും. ഞാൻ അതിൻ്റെ കുറിച്ച് ഇടയ്ക്ക് ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ കിട്ടുമെങ്കിൽ ആ നല്ലെണ്ണ ഒരു 3 തുള്ളി അതിനകത്ത് ഒഴിച്ചതിന് ശേഷം നിങ്ങൾ കാക്കയ്ക്ക് കൊടുക്കുക. ഇപ്പോൾ വിദേശത്തുള്ള ആൾക്കാരെ കാക്കയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ മത്സ്യത്തിന് കൊടുക്കുക. ഇതിനും പറ്റിയില്ലെങ്കിൽ പറവകൾക്ക് കൊടുക്കുക. ഓക്കെ, ഈ ഒരു ഇത് ചെയ്തു കഴിഞ്ഞാൽ ശനി ഭഗവാന്റെ ഒരു അനുഗ്രഹം നമുക്കുണ്ടാവും. അത്രയും പവർഫുള്ളാണിത്. ഞാൻ വളരെ നിസ്സാരമായിട്ട് നിങ്ങളെ പറഞ്ഞു, പക്ഷേ ഇത് ചെയ്തവർക്ക് അത്രത്തോളം റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഓക്കെ, അപ്പം അത് പറ്റുമെങ്കിൽ ഇന്ന് വൈകുന്നേരം ചെയ്യുക. കഴിയുമെങ്കിൽ ഇന്ന് വൈകുന്നേരം നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു തരാം. ഒരു പാക്കറ്റ് കല്ലുപ്പ് ശ്രദ്ധിച്ച്, എൻ്റെ വീഡിയോ കാണുന്നവരൊക്കെ പറ്റുമെങ്കിൽ പേപ്പർ മേലെടുത്തൊന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കാം. ഒരു പാക്കറ്റ് കല്ലുപ്പ്, ഒരു പാക്കറ്റ് പൊടിയുപ്പ്, ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി. ഒരു പാക്കറ്റ് കല്ലുപ്പ്, ഒരു പാക്കറ്റ് പൊടിയുപ്പ്, ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി. അതേപോലെ തന്നെ ഒരു പിടി അരി, കുറച്ച് അരി കൂടെ എടുത്തിട്ട് അതിനകത്തിട്ട് കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇങ്ങനെ പറഞ്ഞപ്പോൾ പല ആൾക്കാരും വെള്ളമൊക്കെ ഒഴിച്ച് കളിക്കും. വെള്ളമൊന്നും ഒഴിക്കരുത്. അത് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുക. ഒരു ബേസിലോ എന്തെങ്കിലും ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ വീടിന് ചുറ്റും, ഇന്ന് ഫ്രൈഡേ ആണ്, വെള്ളിയാഴ്ചയാണ്, ഇന്ന് ചെയ്യാൻ പറ്റുന്ന വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ക്രിയയാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയാൽ
നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നമ്മളെ ബാധിച്ചിട്ടുള്ള കുറേ നെഗറ്റീവ് എനർജി നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ വീടിനെ ബാധിച്ചിട്ടുള്ള കുറേ ദോഷങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ ആ ഇതിനെ എടുത്തിട്ട് നമ്മൾ വീടിന് ചുറ്റും ഒന്ന് വെതറുക. അത് വെതറുമ്പോൾ കഴിയുമെങ്കിൽ ആൻറ്റി ക്ലോക്ക് വൈസിൽ വെതറാൻ നോക്കുക. അതായത് വലത്തു നിന്ന് ഇടത്തോട്ട് കറങ്ങി വരാൻ നോക്കുക കഴിയുമെങ്കിൽ. ഇല്ല അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ എങ്ങനെയാണോ നമുക്ക് വെതറാം. കുറച്ചുകൂടെ പവർഫുൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഒന്ന് വെതറിനായിരിക്കും. അത് ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. ഇന്ന് വൈകുന്നേരം ഏറ്റവും നല്ലതാണ്. അങ്ങനെ വെതറി കഴിഞ്ഞതിന് ശേഷം ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമുണ്ട്, കടുകും കല്ലുപ്പും അതേപോലെ തന്നെ വറ്റൽമുളകൊക്കെ ഇട്ട് ഒഴിഞ്ഞ് കത്തിക്കാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ് ഇന്ന്. അന്ന് നിങ്ങളുടെ പഴയ വീട്ടിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ പറ്റുമെങ്കിൽ ഞാൻ ചെയ്യും. അമാവാസിക്കൊക്കെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഇതുകൂടെ പറ്റുമെങ്കിൽ ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഓറയുടെ അതിലൂടെ മറ്റത് വീടിൻ്റെ ഓറ ലെവൽ ക്ലൻസ് ചെയ്യുന്ന രീതിയാണ് ഈ മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇടുന്നത്. മറ്റത് സെൽഫ് നമ്മുടെ സ്വന്തമായിട്ടുള്ള ഓറ ലെവലും കൂടെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. കഴിയുമെങ്കിൽ നിങ്ങളത് ചെയ്തോളൂ. ഉണ്ടെങ്കിൽ എന്നെ വാട്സാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ വിളിച്ചാലും മതി. ഇതിൽ കമൻറ്റ് ചെയ്താൽ, യൂട്യൂബിൽ കമൻറ്റ് ചെയ്താൽ എനിക്ക് കിട്ടത്തില്ല. ഞാൻ കഴിയുന്നതും തിരക്കായിട്ട് നോക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് എൻ്റെ വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടോളൂ, ഞാൻ എൻ്റെ മറുപടി തരാം. ഓക്കെ, നമുക്ക് അടുത്ത ദിവസം കൊണ്ട് നോക്കാം. 2025 ഫെബ്രുവരി മാസം 9-ാം തീയതി കൊല്ലവർഷം 1200-ാം ആണ്ട് മകരമാസം 27-ാം തീയതി ഞായറാഴ്ചയാണ്. ഞായറാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:45 സൂര്യോദയം, വൈകുന്നേരം 6:27 സൂര്യാസ്തമയമാണ്. രാഹുകാലം 4:54 6:21 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:12 12:34 മധ്യയാണ്. മുഹൂർത്തം 12:38 12:59 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 12:33 2 മണിക്ക് ഇടയ്ക്കാണ്. ഗുളികനുദയം 3:27 4:54 മധ്യയാണ്. ദിവസത്തെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നോക്കാം. തിരുവാതിര നക്ഷത്രമാണ്. അന്നും എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമല്ലാത്തൊരു ദിവസമാണ്. ഈ 2 ദിവസവും കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കുമാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ കുറേ ഉണ്ട്. അന്ന് ഈ യാത്ര ഒന്ന് ശ്രദ്ധിച്ച്, ഞായറാഴ്ചത്തെ ദിവസം വളരെ ദൂര യാത്രകളൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അതുപോലെ തന്നെ തേച്ചുകുളി എന്ന് പറയുമ്പോൾ ഈ എന്തെങ്കിലും അസുഖമൊക്കെ വന്നതിന് ശേഷം അവസാനം ഒരു തേച്ചുകുളി, ഒരു ചില ദിവസങ്ങൾ കുളിക്കുക എന്നൊക്കെ പറയും. അങ്ങനെയുള്ളതിനൊന്നും പറ്റിയിട്ടുള്ള ഒരു ദിവസമല്ല. എന്നാലും വിവാഹത്തിനും വ്രതാരംഭത്തിനും വാസ്തുകർമ്മങ്ങൾക്കൊക്കെ കൊള്ളാം. നല്ല കാര്യങ്ങൾ, അതായത് നമുക്ക് എന്തെങ്കിലും പരിഹാരക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. എന്നാലും പ്രശ്നമല്ല. വേറെ എന്തെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് ഉണ്ടെങ്കിൽ അത് അഭിജിത്ത് മുഹൂർത്തത്തിൽ ചെയ്തുകൊള്ളൂ. കാരണം അഭിജിത്ത് മുഹൂർത്തം എത്ര മോശമായിട്ടുള്ളൊരു ദിവസമാണെങ്കിലും നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തിൽ ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേറെ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല. അത് നമുക്ക് ഏത് മോശമായ ദിവസവും നമുക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആ കറക്റ്റ് അഭിജിത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഗുണമുണ്ടാവും കേട്ടോ. നമുക്ക് അന്നത്തേക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും നോക്കാം. പിണ്ടനൂർ ദോഷം, വസുമജോ ദോഷം, കരിനാൾ ദോഷം, ബലിദക്ഷൻ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ പിണ്ടനൂർ ദോഷവും അകന്നാൾ ദോഷവും അപ്പോൾ ഈ 2 ദോഷങ്ങളാണ് അന്നുള്ളത്. അന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ നോക്കണം. മരണാനന്തര ക്രിയകളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ചെയ്ത് കൊണ്ടുപോകണം. ഇല്ലെങ്കിൽ നമ്മുടെ പിറക്കും തലമുറകൾ അത് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അപ്പോൾ എപ്പോഴും ഇനി കൂടുതലായിട്ട് പറഞ്ഞ് നിങ്ങളത് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ഇനി 2 ദിവസത്തെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ 3 ദിവസത്തെ ഇട്ടിട്ട് 2 ദിവസം, കാരണം ഈ ഞായറാഴ്ച ഒന്നുകൂടെ ഷൂട്ട് ചെയ്താൽ തിങ്കളാഴ്ച നമുക്ക് അടുത്ത പ്രോഗ്രാം ഉണ്ട്. അതുകൊണ്ട് തിങ്കളാഴ്ച പ്രതിഷ്ഠയാണ്, തിങ്കളാഴ്ച തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ സൂര്യദേവ മഠത്തിൽ വന്ന് ഈ ഒരു പ്രതിഷ്ഠയിൽ നിങ്ങൾ പങ്കെടുക്കാം. അതിൻ്റെ കാര്യപരിപാടികളൊക്കെ ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഉച്ചയ്ക്ക് പ്രതിഷ്ഠ കഴിഞ്ഞ ഉടനെ അന്നദാനം, സദ്യയൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ പല കാര്യങ്ങളും അതിനകത്ത് വിശേഷാൽ കവളാചാര പ്രകാരമുള്ള കലശമൊക്കെ നടത്തുന്നുണ്ട്. ഇത് പ്രതിഷ്ഠ കഴിഞ്ഞാലുടൻ തന്നെ അത് വളരെ വിശേഷമായിട്ടുള്ളതാണ്. വിഷ്ണുമായ ക്ഷേത്രങ്ങളിൽ പോകുന്നവർക്കൊക്കെ അറിയാം ആ കലശത്തിൻ്റെ ഗുണം എന്താണ്, അല്ലെങ്കിൽ വിഷ്ണുമായെ പ്രാർത്ഥിച്ചത്. ഈ വിഷ്ണുമായ ആരാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാനൊരു വേറെ വീഡിയോ ഇട്ടെങ്കിൽ ഒത്തിരി ആൾക്കാർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ശിവനും പാർവതിയുടെയും ശരിക്കുള്ള മകനാണ് വിഷ്ണുമായ. അതായത് ഭൃംഗാസുരൻ എന്ന് പറയുന്ന ഒരു അസുരനെ കൊല്ലുവാൻ വേണ്ടി ശിവനും പാർവതിക്കും ജനിക്കുന്ന ഒരു കുഞ്ഞിന് മാത്രമേ ഭൃംഗാസുരനെ കൊല്ലാൻ പറ്റൂ എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് ബാക്കിയുള്ള ദേവന്മാരുടെയൊക്കെ ഇത് കാരണം കാട്ടാള വേഷത്തിൽ വന്ന് പോകുന്ന സമയത്താണ് ഈ കുഞ്ഞ് ഉണ്ടാവുകയും ശിവനും പാർവതിക്കും കുളിവാക എന്ന് പറയുന്ന വളർത്തമ്മയ്ക്കും എല്ലാം ഒരു നല്ലൊരു കഥയാണ് ഇതിനകത്തുള്ളത്. ആ കഥ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കിന്ന് ഒത്തിരി സമയമെടുക്കും. വളരെ എപ്പോഴും പറയാറുണ്ട്, ശിവൻ്റെയും പാർവതിയുടെയും ഒരേ ഒരു മകൻ വിഷ്ണുമായ. ഒരിക്കലും ഇദ്ദേഹം ഉപദ്രവകാരിയല്ല ആർക്കും. ഇദ്ദേഹം കലിയുഗത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുവാൻ വേണ്ടി ഇദ്ദേഹം ഭൂമിയിൽ തന്നെ ഉള്ള ഒരാളാണ്.
ശാസ്താവെന്ന് നമ്മൾ വിളിക്കുന്നതും ഇദ്ദേഹത്തെ തന്നെയാണ്. ശാസ്താവിനെയാണ് ശാസ്താവെന്നാക്കിയിട്ടുള്ളത്. ശബരിമലയിലെ അയ്യപ്പൻ വിലയം പ്രാപിച്ചതും ഇദ്ദേഹത്തിലാണ്. അപ്പം അത്രയും പവർഫുള്ളായിട്ടുള്ള ശാസ്താവാണിത്. അദ്ദേഹത്തിൻ്റെ വാഹനം പോത്താണ്. പോത്തിനെ അദ്ദേഹം 6-ാമത്തെ വയസ്സിൽ പോത്തിനെ കീഴ്പ്പെടുത്തി പോത്തിൻ്റെ മീതെ കയറി വന്ന ആ ഒരു രീതിയാണ്. ഇങ്ങനെ ഒത്തിരി കഥകൾ അദ്ദേഹത്തെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അടുത്തൊരു ഇതിൽ ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, ഏതായാലും തന്നെ നിങ്ങൾക്ക് പ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ചില ആൾക്കാർക്ക് ചാത്തൻ്റെ ഉപദ്രവം അല്ലെങ്കിൽ ചാത്തനെ കൊണ്ടാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടാവില്ല. ഇത് തന്നെ 399 ചാത്തന്മാരുണ്ടെന്നാണ് പറയുന്നത്. അതിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള വിഷ്ണുമായ, കരിങ്കുട്ടി, പറക്കുട്ടി, ഇങ്ങനെ കുറേ കുട്ടിമാരുണ്ട്. അപ്പം അത് ഇവിടെ പ്രതിഷ്ഠിക്കുമ്പോൾ വിഷ്ണുമായുണ്ട്, കരിങ്കുട്ടിയുണ്ട്, കൂളിവാക എന്ന് പറയുന്നത് ഈ വിഷ്ണുമായയുടെ വളർത്തമ്മയാണ്. എന്നാൽ പാർവതിയുടെ ഒരു രൂപത്തിലാണ് നമ്മൾ ആരാധിക്കുന്നത്. അപ്പോൾ അതാണ് ഇവിടുത്തെ പ്രതിഷ്ഠ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. കഴിയുമെങ്കിൽ പ്രതിഷ്ഠയ്ക്ക് പങ്കെടുക്കുക. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.